ബി.ജെ.പിയുടെ ഭാഗ്യദശ തെളിയിക്കാനെത്തിയ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ കസേരയിലിരുന്ന് 3-ാം മാസം പടിയിറങ്ങലിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. മടുത്തു, ഇനി മതിയാക്കേക്ക് എന്ന് അണികൾ ചുറ്റും വളഞ്ഞു പറയുമ്പോൾ ഒരു അധ്യക്ഷൻ വട്ടപൂജ്യമാകുന്നു. ഈ പൂജ്യത്തിൽ നിന്നും കരകയറുവാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിനോ നിയമസഭാ തെരഞ്ഞെടുപ്പിനോ മുൻപ് പറ്റുമോ ഇല്ലയോ എന്നാണ് ഇനി അറിയേണ്ടത്. ബി.ജെ.പിയിൽ അതൃപ്തികൾ പുകയുന്നു എന്ന വാർത്ത പുറത്തു വരുന്നതോടെ മുണ്ടൊടുക്കാനും അറിയാം, മലയാളം പറയാനും അറിയാമെന്ന് 4 വരി 40 തെറ്റിൽ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ ഒരു പരാജയമായിരുന്നു എന്ന് തെളിയുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തുന്നില്ല എന്നതാണ് ആക്ഷേപം. ഗ്രൂപ്പിന് അതീതമായി പ്രവർത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് രാജീവിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതെങ്കിലും നേതാക്കളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നില്ല എന്നതാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ഉയരുന്ന പ്രധാന പരാതി. മുതിർന്ന നേതാക്കന്മാരെയും മുൻ അധ്യക്ഷന്മാരെയും മുഖവിലക്കെടുക്കാതെ ചില തീരുമാനങ്ങൾ ചില കോണുകളിൽ നിന്നും വരുന്നെന്നും അത് നടപ്പാക്കുന്നുവെന്നുമുള്ള ആക്ഷേപവുമുണ്ട്. കൃഷ്ണദാസ പക്ഷവും മുരളീധര പക്ഷവും അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ ആർക്കൊക്കെ നൽകണമെന്ന കാര്യത്തിൽ കൂടിയാലോചനയൊന്നുമില്ലാതെ പട്ടിക പുറത്തിറക്കിയെന്നും ആരോപണമുണ്ട്. കോർ കമ്മിറ്റി ചേർന്നപ്പോഴും വിശദമായ കാര്യങ്ങൾ ചർച്ചയ്ക്കെടുത്തില്ല. രാഷ്ട്രീയ കാര്യങ്ങളും കോർ കമ്മിറ്റിയിൽ ചർച്ചയാക്കിയില്ല. കോർ കമ്മിറ്റി അംഗമല്ലാത്ത സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷിനെ കമ്മിറ്റിയിൽ പങ്കെടുപ്പിച്ചതിലും അതൃപ്തിയുണ്ട്. പൊതുവെ ജനറൽ സെക്രട്ടറിമാരും ഉപാധ്യക്ഷന്മാരുമാണ് കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കാറ്. ഒരു ചുമതലയുമില്ലാത്ത അനൂപ് ആന്റണിയെ മാധ്യമ ചുമതല ഏൽപ്പിച്ചെന്നും അനൂപ്, ഷോൺ ജോർജ്, സുരേഷ് എന്നിവർ ചേർന്നാണ് സംഘടനയെ നിയന്ത്രിക്കുന്നത് എന്ന ആക്ഷേപവും ഉയർന്നു വരികയാണ്. പാർട്ടിയിൽ കിച്ചൺ ക്യാബിനറ്റ് ആണെന്നും ആക്ഷേപമുണ്ട്. നിലവിൽ ഭാരവാഹി പ്രഖ്യാപനവും അനിശ്ചിതത്വത്തിലാണ്. എസ് സുരേഷിനെതിരെ നേതാക്കളും രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ജില്ലാ പുനഃസംഘടനയിൽ സുരേഷ് ഇടപെട്ടതായിട്ടാണ് നേതാക്കളുടെ പരാതി. നിലവാരമില്ലാത്തവർക്ക് അംഗത്വം കൊടുക്കുന്നതായും മദ്യപാനികൾക്ക് കെട്ടി ആഘോഷിച്ച് അംഗത്വം നൽകുന്നതായിട്ടും ആരോപണമുണ്ട്. സുരേഷും പ്രതീഷും വിശ്വനാഥും പാർട്ടിയെ കൈയടക്കുന്നതായും നേതാക്കൾ ആരോപണം ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം LDF സർക്കാരിന്റെ 4-ാം വാർഷികത്തെ തന്നെ ക്ഷണിച്ചില്ല എന്ന പരാതിയും വിഴിഞ്ഞത്ത് ഓടിച്ചെന്ന് കസേര പിടിച്ചതുമൊക്കെ ഇയാളെ കൊണ്ട് ഈ അധ്യക്ഷപ്പണി പറ്റില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞിരുന്നു. സുരേന്ദ്രനോ ശോഭയോ മതിയായിരുന്നു എന്ന് ഇപ്പോൾ BJP നേതാക്കൾ തന്നെ പറയുമ്പോൾ കേരളത്തിന് തലക്കന്നമുള്ള ഒരു നേതാക്കളെ ആവശ്യമില്ല എന്ന് തെളിയുകയാണ്. തമ്മിൽ തല്ലുകൊണ്ടാണോ കേരളം പിടിക്കാനിറങ്ങുന്നത്? അഹങ്കാരിയായ രാജീവ് ചന്ദ്രശേഖരനെ സഹിക്കാൻ മനസ്സില്ല എന്ന് തന്നെ BJP നേതാക്കൾ പറയുകയാണ്. മനം മടുത്ത പലരും പടിയിറങ്ങാനും സാധ്യതയേറെയാണ്.